ഇന്ത്യ പാക് വെടിനിർത്തലിനായി പാക് സൈനിക മേധാവി അസിം മുനീർ US, ചൈന, സൗദി എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി ഇടപെടൽ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നതിനു പിന്നാലെയാണ് അനുനയം നടത്തണമെന്നാവശ്യപ്പെട്ട് പാക് സൈനിക മേധാവി രാജ്യം വിട്ടത്. അതിനിടെ ഇന്ത്യയുമായി ഉണ്ടാക്കിയ ധാരണ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പാക് വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു. അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പാക് സൈനിക മേധാവി രാജ്യത്തുണ്ടായിരുന്നില്ല. അസിം മുനീർ വിദേശ രാജ്യങ്ങളിൽ ഇടപെടൽ തേടി പോയിരിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അമേരിക്ക, ചൈന, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളോടാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണമെന്ന് നേരിട്ടെത്തി ആവശ്യപ്പെട്ടത്. പാക് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തതിന് പിന്നാലെ സംഘർഷം തുടർന്നാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ഭയന്നാണ് പ്രോട്ടോകോൾ ലംഘിച്ചുള്ള പാക് സൈനിക മേധാവിയുടെ യാത്ര. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുമായി ചർച്ച നടന്നതും വെടിനിർത്തൽ കരാറിൽ എത്തിയതും. ധാരണയിലെത്താൻ ആദ്യം മുൻകൈയെടുത്തത് പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തീരുമാനിച്ച വെടിനിർത്തൽ ധാരണ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പാക് വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു. പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കും. അതിർത്തിയിലുള്ള സൈനികരും സംയമനം പാലിക്കണമെന്നും പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാതയും തുറന്നു. അതേസമയം ഇന്ന് അതിർത്തി പ്രദേശങ്ങളിലൊന്നും പാക് പ്രകോപനം ഉണ്ടായില്ല. ശ്രീനഗർ അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന ബ്ലാക്കൌട്ട് ജില്ലാ ഭരണകൂടം പിൻവലിച്ചു. മുൾമുനയിൽ നിന്ന ദിവസങ്ങൾ അകലുകയാണ്. രാജ്യം തിരികെ ശാന്തതയിലേക്ക് നടക്കുന്നു. എങ്കിലും അതിർത്തി ഗ്രാമങ്ങളിൽ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ദില്ലിയിൽ നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24.